ഇന്നലത്തെ മോഹൻ ബഗാനെതിരെ 3-0 തോൽവിയോടുകൂടെ ഏകദേശം പ്ലേ ഓഫ് സാധ്യതകൾ അസ്തമിച്ച പോലെയാണ്. വീഡിയോ ചെയ്യേണ്ട എന്ന് വിചാരിച്ചാണ്. എന്തിനാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്? എന്തിനാണ് ഓരോരുത്തർ കുറ്റം പറഞ്ഞ് നമ്മളിങ്ങനെ? കാരണം വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറ്റം പറയാനേ പറ്റുന്നുള്ളൂ. വേറൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം പറയാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ഇത് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ചെയ്യാണ്ടിരിക്കാൻ തോന്നുന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ജാനുവരിക്ക് മുന്നേ നമ്മുടെ കോച്ചിനെ നമ്മൾ പുറത്താക്കിയിട്ടുണ്ട്. ഈ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടായിരുന്നു. ഫെബ്രുവരി 15 ഇന്നലത്തെ മത്സരത്തോടു കൂടെയാണ് ആ ഒരു പ്ലേ ഓഫ് സാധ്യത ചെറുതായിട്ടൊരു മങ്ങലായത്. അപ്പോൾ ഈ ഒരു സമയത്ത് ജാനുവരിയിൽ തന്നെ നല്ല താരങ്ങളെ ടീമിലെത്തിച്ച് എവിടെയാണോ വീക്കായിട്ടുള്ളത് നോക്കിയിട്ട് അവിടെ നമുക്ക് ആളുകളെ ഫില്ല് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് പ്ലേ ഓഫിലെത്താനും കിരീടം നേടാനും പറ്റുമായിരുന്നു. ഇപ്പോൾ ജാനുവരി സമയത്ത് അതിന് മുന്നേ നമുക്കറിയായിരുന്നു കീപ്പറുടെ ഒരുപാട് പോരായ്മകളും മിസ്റ്റേക്കുകളും ഉണ്ട് എന്നുള്ളത്. നമ്മൾ ആ സ്ഥാനത്ത് നമ്മൾ എന്താ ചെയ്തത്? ആർക്കും വേണ്ടാത്തൊരു കീപ്പറെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. ഒരു പ്ലെയറെ അധിക്ഷേപിക്കുന്ന കാര്യങ്ങളോ അല്ല, നമ്മളെ ടീമിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഡിഫൻസിൽ വളരെ മോശം പെർഫോമൻസാണ്, മോശമാണ് ഡിഫെൻഡിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലായിരുന്നു. അവിടെ നമ്മളൊരു കാര്യമായിട്ടൊരു ആഡോണോ കാര്യങ്ങളോ നടത്തിയില്ല. നമ്മൾ ആപ്പാടെ ചെയ്തത് ലഗാറ്റോറിനെ കൊണ്ടുവന്നു. അതേപോലെ തന്നെ 1-2 ആളുകളെ, അത് ആർക്കെങ്കിലും വേണം, ഒരാൾ പരിക്ക് പറ്റിയതാണ്, റിക്കവറിൽ ആവുന്നുള്ളൂ, അങ്ങനെ കുറച്ച് ആളുകൾ ആഡ് ചെയ്തു. നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിന് കിരീടം നേടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അതാണ് നമ്മുടെ എയിം എന്നുണ്ടെങ്കിൽ, ഈ ഒരു ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നല്ലൊരു അഴിച്ചുപണി ടീമിൽ നടത്തായിരുന്നു. ഒന്നും വേണ്ട, കോച്ചിൻ്റെ കാര്യം ജാനുവരിക്ക് മുന്നേ കോച്ചിനെ പുറത്താക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കോച്ചിനെ തന്നെ നമുക്ക് കൊണ്ടുവരാനുള്ള അവസരമുണ്ടായിരുന്നു. അപ്പോഴും പറയുന്നു, താൽക്കാലികമായിട്ട് ഇവാനെങ്കിലും നമുക്ക് റിപ്ലേസ് ചെയ്യാമായിരുന്നു. ആളിപ്പോൾ ഒരു ക്ലബ്ബുമായിട്ട് ഒരു എഗ്രിമെൻറ്റോ കാര്യങ്ങളോ ഇല്ലാതെ നിൽക്കുകയാണ്. ആളെങ്കിലും നമുക്ക് ടീമിലോട്ട് കൊണ്ടുവരാമായിരുന്നു. ഇനിയിപ്പോൾ പുതിയൊരു കോച്ചിനെ ഇരുന്നെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ആളെ സൈൻ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വർഷത്തെ പ്ലേ ഓഫ് പോട്ടെ, കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു മിഡ് സീസണിൽ ഒരു കോച്ചിനെ കൊണ്ടുവന്നിക്കുകയാണെങ്കിൽ ആളിപ്പോൾ ടീമുമായിട്ടൊന്ന് സിങ്ക് ആവുകയും ഒന്ന് സെറ്റ് ആവുകയും അടുത്ത സീസണിലോട്ട് അയാൾക്ക്, ആ കോച്ചിന് ആരൊക്കെയാണ് താരങ്ങളെ വേണ്ടത്, ഈ ലിസ്റ്റൊക്കെ എടുത്ത് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാമായിരുന്നു. ഇപ്രാവശ്യം ഉണ്ടായതിൻ്റെ മിസ്റ്റേക്ക് അറിയാലോ. കരോളീസിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്നു. അത് നമ്മുടെ കോച്ചിൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് നമുക്ക് പകൽ പോലെ അത് വ്യക്തമാണ്. സ്റ്റാറയ്ക്ക് ഒരു ഉത്തരവാദിത്വം ഈ താരങ്ങളെ കൊണ്ടുവന്നതിലില്ല, അല്ലെങ്കിൽ ആളല്ല ചൂസ് ചെയ്തത് എന്നുള്ളതൊക്കെ. കാരണം പ്ലേയേഴ്സിനെ സൈൻ ചെയ്തിട്ടാണ് കോച്ചിനെ സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ കോച്ചിനെ ഇപ്പോഴെങ്കിലും നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ, നല്ലൊരു വിഷനോട് കൂടെ പ്രവർത്തിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത സീസണിലെങ്കിലും നല്ലൊരു സാധനം നമുക്ക് സെറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ വിദേശ കളിക്കാരൊക്കെ അടിപൊളി ഉഷാറാണ്. അതിലൊരു കുറ്റമോ ഒരു കാര്യങ്ങളോ പറയാനില്ല. പക്ഷേ നമുക്ക് ഡൊമസ്റ്റിക് സൈനികങ്ങളിലാണ് നമുക്ക് പ്രശ്നങ്ങളും ഇഷ്യൂസും കിടക്കുന്നത്. പ്രത്യേകിച്ച് ഡിഫൻസിലും ഗോൾ കീപ്പിംഗ് പാർട്ടും അങ്ങനത്തെ കുറേ കാര്യങ്ങളിലാണ്. ഇതൊക്കെ നമ്മളെയും കാട്ടിലും അറിവുള്ളവരാണല്ലോ മാനേജ്മെൻറ്റിലുള്ളതും ബോർഡിലുള്ളതും CEO ആയിട്ടുള്ളതും എല്ലാം അങ്ങനത്തെ ആളുകളാണല്ലോ. പക്ഷേ ഇവർക്കിത് അറിയായിട്ടല്ല, ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക? നമ്മൾ എത്ര വീഡിയോ എന്തിനാണ് ചെയ്യുന്നത്? നമ്മൾ വെറുതെ നമ്മുടെ സങ്കടങ്ങളും ടെൻഷനുകളും ഒരു വീഡിയോ ആക്കി പറയാമെന്നല്ലാണ്ട്, അത് കുറേ ആളുകൾ എന്താ പറയുക, സങ്കടം പിടിച്ചിരിക്കുന്നവർ കാണുക എന്നല്ലാണ്ട് നമുക്കിതിൽ ഇനിയിപ്പോൾ വേറെ എന്താ പറയാനും ചെയ്യാനും എടുക്കാനും ഉള്ളത്? ഒന്നുമില്ല. ഇതൊക്കെ മാനേജ്മെൻറ്റ് തന്നെ തീരുമാനിക്കണം. എല്ലാ ക്ലബ്ബുകളും കപ്പടിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട്. നമ്മൾ മാത്രം ഇങ്ങനെ നിന്ന് പോകുന്നു. ഇതിനൊരു പരിഹാരം എന്നുള്ളത് മാനേജ്മെൻറ്റ് മാറുക എന്നുള്ളത് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു സംഭവം. പിന്നെയുള്ളത് പ്രധാനമായിട്ടും പറയാനുള്ളത് ആരാധകരൊക്കെ ഒരുമിച്ച് നിൽക്കുക. മാനേജ്മെൻറ്റ് പല രീതിക്കുള്ള ഗിമ്മിക്കുകളും കാണിക്കും. അവരുടെ കൂടെ ഒരു ഭാഗത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗത്ത് നിർത്താം. അതൊക്കെ അവരുടെ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. ഞാൻ പറയുന്നത് ഒരു പ്രത്യേക ഒരു സംഘടനയാണ്, ഫാൻ സംഘടനയാണ് ഞാൻ പറയുന്നത്. അവർ നിങ്ങളുടെ അടുത്തുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല നിങ്ങളെ പിടിച്ച് അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നതും വലിയ പരിപാടികൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതൊന്നും വേറെ ഒന്നും കൊണ്ടുമല്ല. അവർക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമ്മുടെ ടീമാണിത് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമ്മളത്രയും സ്നേഹിച്ച, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും ഫുട്ബോൾ ഇഷ്ടപ്പെടാത്ത, അല്ലെങ്കിൽ ഫുട്ബോളായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ വരെ ഈ കളി കാണുന്നുണ്ടെങ്കിൽ അത് കേരളം എന്നുള്ളൊരു ഇതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ സച്ചിൻ, അങ്ങനെ പല രീതിക്കും വന്നിട്ടുണ്ടാവും. അതൊക്കെ വന്നതിൻ്റെ ഒരു ഇതാണ്. പക്ഷേ ഇപ്പോൾ ഈ ടീം ഒരു വികാരമായിട്ടാണ് എല്ലാവരും കൊണ്ടു നടക്കുന്നത്. ഈ ടീമിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കേണ്ടത്. അതിനെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഒരു കൂട്ടർ സമരം ചെയ്യുമ്പോൾ, പ്രൊട്ടസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ കൂട്ടർ അവിടെ പോവുക ഇവിടെ പോവുക, അത് ചെയ്യുക ഇത് ചെയ്യുക, താങ്ങി നിൽക്കുക. ഇത് മാറ്റണം. കാരണം ഇത്രയും ആയിട്ട് നമ്മളിനി മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനിയും ഇതിങ്ങനെ തന്നെ ആയിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനെല്ലാവരും ഒന്നിച്ച് നിൽക്കണം.